ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചക്കപ്പഴം ഇഷ്ടമില്ലാത്തവരായി നമ്മൾ ആരും തന്നെ കാണില്ല അല്ലേ? അതും വരിക്കച്ചക്ക കൊണ്ട് തയ്യാറാക്കിയ 2 വ്യത്യസ്ത രുചിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. കുട്ടികൾക്ക് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ചായിട്ടോ ഈവനിങ് സ്നാക്സ് ആയിട്ടോ ഒക്കെ കൊടുക്കാൻ പറ്റിയതാണ് ഈ 2 റെസിപ്പിയും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതിനായിട്ട് കുറച്ച് ശർക്കരയും കൂടി എടുത്തിട്ടുണ്ട്. ഇത് വരിക്കച്ചക്കയാണ്. ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഇതുപോലെ ചോപ്പർ തന്നെ വേണമെന്നില്ല, മിക്സിയുടെ ജാറിലിട്ടും ചെറുതായിട്ട് പൊടിച്ചെടുക്കാം. ജോലി തിരക്കുള്ള അമ്മമാരാണെങ്കിൽ നമ്മുടെ അടുക്കള കാര്യത്തിൽ ഒരുപാട് സഹായകരമാണ് ഇങ്ങനെ ഒരു ചോപ്പർ. വരിക്കച്ചക്കയല്ല, കൂഴച്ചക്കയാണെങ്കിൽ മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ വരിക്കച്ചക്ക നല്ല മധുരമുള്ളതാണ്. മഴ സമയത്താണ് കിട്ടിയതെങ്കിലും മധുരമുണ്ട്. അതുകൊണ്ട് കുറച്ച് ശർക്കര മതിയാകും. ഇത് 2 കപ്പോളമുണ്ട്. ശർക്കര 2 എടുത്തിട്ടുണ്ട്. 175 ഗ്രാം ശർക്കരയാണിത്. ഒരുപാട് മധുരം കൂടിയാൽ അത്രയ്ക്കൊരു ടേസ്റ്റ് കാണുകയില്ല. മധുരം കുറച്ച് കുറഞ്ഞിരുന്നാലും കുഴപ്പമില്ല. ഇതിലൊരല്പം വെള്ളം ഒഴിച്ചൊന്ന് അലിയിച്ചെടുക്കാം. ഇതിലിനി കുറച്ച് തേങ്ങ കൂടി ചേർക്കാം. 1/2 കപ്പ് തേങ്ങ മതിയാകും. ശർക്കര ഇളക്കി കൊടുത്തില്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഇങ്ങനെ കട്ടയായിട്ടുള്ള ശർക്കരയിൽ അധികം മണ്ണും കല്ലും ഒന്നുമില്ല, നല്ല വൃത്തിയും ഉണ്ട്. തേങ്ങയും കൂടി റെഡിയാക്കി വയ്ക്കാം. ഇപ്പോൾ ശർക്കര നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഇത് വേറൊരു പാനിലേക്ക് നമുക്ക് അരിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചക്ക ചേർക്കാം. ചക്ക ചേർത്തിട്ട് 4-5 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ ചക്കയുടെ വെള്ളം ഒന്ന് വറ്റണം. അതിനുശേഷം മാത്രം ബാക്കിയുള്ള സാധനങ്ങൾ നമുക്ക് ചേർക്കാം. ഇപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് ഇത് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ചക്കയിലുള്ള വെള്ളം കുറേയൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് തേങ്ങ ചേർക്കാം. തേങ്ങ ചേർത്തിട്ട് 4-5 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഒരല്പം ഉപ്പ് കൂടി ചേർക്കാം. മധുരമുള്ള ഏത് സാധനം ഉണ്ടാക്കുമ്പോഴും ഒരല്പം ഉപ്പ് ചേർത്താൽ നല്ല ടേസ്റ്റാണ്. ആ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ആയിട്ട് കിട്ടും. ഇപ്പോൾ ഇത് കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട്. ഇതിൽ ഞാൻ 1 ടീസ്പൂൺ ബ്രൗൺ ഷുഗറാണിത്. ഇതില്ലെങ്കിൽ സാധാരണ പഞ്ചസാര ഒരല്പം ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. ഇതിലിനി ഒരല്പം നെയ്യ് കൂടി ചേർക്കാം. 1 ടീസ്പൂൺ നെയ്യ് മതിയാകും. 1-2 മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം 4 ഏലക്ക പൊടിച്ചെടുത്തതാണ്, അതുകൂടി ചേർക്കാം. ഏലക്ക ചേർക്കുമ്പോഴാണല്ലോ നല്ല ഒരു മണം കൂടി കിട്ടുന്നത്. ഒന്നുകൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം ഇത് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇനി ചക്ക പ്രഥമനാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നല്ല പണിയുണ്ട്. ഈ പാനിൽ നിന്ന് വിട്ട് വരുന്നത് വരെ ഇത് വരട്ടിക്കൊണ്ടേയിരിക്കണം. അതുപോലെ കൂടുതൽ നെയ്യും വേണം. എന്നാൽ മാത്രമേ ആ ചക്ക പ്രഥമന് നല്ല ടേസ്റ്റ് കാണുകയുള്ളൂ. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ 10-15 ദിവസത്തോളം ഒരു കുഴപ്പവും കാണുകയില്ല. നമുക്ക് വെറുതെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. കുട്ടികൾ എന്തെങ്കിലും മധുരം ആവശ്യപ്പെടുമ്പോൾ അവർക്ക് ഇതിൽ നിന്ന് കുറച്ചെടുത്ത് കൊടുത്താൽ നല്ല സന്തോഷമായിരിക്കും. ഇത് ഒട്ടും തന്നെ മധുരമില്ലാത്ത മൾട്ടിഗ്രെയിൻ ബ്രൗൺ ബ്രെഡാണ്. ആര്യയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കൊടുത്തുവിടാനാണ്. വരിക്കച്ചക്കപ്പഴമാണെങ്കിലും കൂഴച്ചക്കപ്പഴമാണെങ്കിലും നന്നായിട്ട് കുട്ടികൾ ചവച്ച് കഴിക്കുകയില്ല. അപ്പോൾ വയറ്റിന് ഗ്യാസും വയറുവേദനയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടൊരല്പം വേവിച്ച് കൊടുത്താൽ ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. ഈ ഫില്ല് ചെയ്ത ബ്രെഡ് ഒരല്പം ബട്ടർ പാനിലിട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മുടെ മക്കൾ ചെറിയ കുട്ടിയായാലും വലിയ കുട്ടിയായാലും ചിലപ്പോൾ ചക്കപ്പഴം ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ടാകും. ഇഷ്ടം പോലെ ചക്ക എല്ലായിടത്തും ഉണ്ട്. വെറുതെ കളയുന്ന ചക്കയാണ്. ഇതുപോലെയൊക്കെ ഉണ്ടാക്കി സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ കുട്ടികൾക്ക് അതും ഇതുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ക്രിസ്പി ആയിട്ടുണ്ട്. നല്ലൊരു ബ്രെഡ് ടോസ്റ്റാണിത്. നമ്മൾ യാത്രയൊക്കെ പോകുമ്പോൾ ഉണ്ടാക്കി കൊണ്ടുപോയാൽ വേറെ ഒന്നും വേണ്ട. നല്ല മധുരവുമുണ്ട്. അതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ദോശയിലോ ഇഡ്ഡലിയിലോ ഇടിയപ്പത്തിലോ ഒക്കെ നമുക്ക് ഈ ചക്ക കൊണ്ടുള്ള ജാം ഫില്ല് ചെയ്യാവുന്നതാണ്. ഇതിലൊരല്പം നെയ്യിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഓയിലാണെങ്കിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇത് അധികം റോസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിൽ ചക്ക വച്ച് കൊടുക്കാം. ഇത് ഒരു സ്ക്വയർ ഷേപ്പിലാണ് ഞാൻ ഇത് ഒരു ബോക്സ് ആക്കിയാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും തന്നെ ഇത് പുറത്ത് പോവുകയില്ല, നന്നായിട്ട് കവറായിട്ടിരിക്കും.
കുട്ടികൾക്കാണെങ്കിലും അത് കഴിക്കാൻ നല്ല എളുപ്പമായിരിക്കും. ഇങ്ങനെ ഒന്ന് 4 വശവും മടക്കിയെടുത്താൽ മതി. എത്ര എളുപ്പത്തിലാണ് ഇതുണ്ടാക്കിയതെന്ന് കണ്ടില്ലേ? അപ്പോൾ ഈ ഫില്ലിംഗ് ഉണ്ടാക്കാൻ മാത്രമേ ഇത്തിരി സമയമെടുത്തുള്ളൂ. സമയം കിട്ടുമ്പോഴോ അല്ലെങ്കിൽ അവധി ദിവസങ്ങളിലോ ഒക്കെ മക്കളെ കൂടി ഇതിനെല്ലാം കൂട്ടാവുന്നതാണ്. ചക്ക ഏറെ ഔഷധ ഗുണമുള്ളതാണ്. ധാരാളം മിനറൽസും വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ മുള്ള് മുതലുള്ള ഭാഗങ്ങൾ ഭക്ഷ്യയോഗ്യമാണ്. എൻ്റെ കുറേ വീഡിയോസുണ്ട് ചക്കയുടെയും ചക്കപ്പഴത്തിൻ്റെയും ഒക്കെ. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. വളരെ നല്ല വീഡിയോസാണ്. ഇപ്പോൾ മനസ്സിലായില്ലേ ഇങ്ങനെ ഒരു ചക്ക വരട്ട് വീട്ടിലുണ്ടെങ്കിൽ എന്തുമാത്രം പ്രയോജനമാണെന്ന്. രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടോ ഒക്കെ കറികളൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും ഏതെങ്കിലും ഒരു സാധനത്തിനകത്ത് ഇതുപോലെ ഫില്ല് ചെയ്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. മധുരത്തിൻ്റെ അളവ് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചും ചക്കയുടെ മധുരം നോക്കി അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി ആരും ചക്ക വെറുതെ കളയരുതേ. നെയ്യൊന്നും ഇല്ലെങ്കിലും സാരമില്ല, കുറച്ച് ശർക്കര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയിട്ട് ഫ്രിഡ്ജിൽ അല്ലെങ്കിൽ ഫ്രീസറിൽ സൂക്ഷിച്ചാൽ 1 വർഷത്തോളം ഇത് കേടാകാതിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് സാധനമാണെങ്കിലും അതിലിത് ഫില്ല് ചെയ്ത് കഴിക്കാവുന്നതാണ്. ഇപ്പോഴെല്ലാം കാശ് കൊടുത്താൽ റെഡിമെയ്ഡായിട്ട് കിട്ടും. പക്ഷേ വീട്ടിലുണ്ടാക്കുന്ന ആ ഒരു സ്വാദ് എന്തായാലും കാണുകയില്ല. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ്.